മണാലിയിൽ മകൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിനി നഫീസുമയെ അധിക്ഷേപിച്ച കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിക്ക് മറുപടിയുമായി മകൾ. ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ എന്നാണ് ചോദ്യം. വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുള്ളതായി അറിയില്ല. പണ്ഡിതൻ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ്. ഉമ്മാന്റെ കണ്ണുനീരിന് പണ്ഡിതൻ സമാധാനം പറയേണ്ടി വരുമെന്നും മകൾ ജിഫ്നോട് പറഞ്ഞു. പിന്നെ ഉമ്മാക്കൊരു എല്ലാരും കൂടുന്ന ഒരു വേദികളിൽ പോവാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാനോ ഇടപഴകാനോ ഉമ്മാക്ക് പറ്റുന്നില്ല. ഇന്നലെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, ഇവിടെ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച വല്യുമ്മ പ്രാർത്ഥനയുമായി മുറിയിൽ കഴിയേണ്ടതിന് പകരം അന്യദേശത്ത് മഞ്ഞുവാരി കളിക്കാൻ പോയെന്നായിരുന്നു പുരോഹിതന്റെ വിമർശനം. പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും വിമർശനം രൂക്ഷമാണ്. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. എത്രത്തോളം ഒരു പിന്തിരിപ്പൻ പ്രസ്താവനയാണ് ഈ പുരോഹിതൻ നടത്തിയത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. AP കാന്തപുരം വിഭാഗത്തിലെ ഇബ്രാഹിം വഖാഫി പുഴക്കാട്ടിരിയാണ് ഇത്തരത്തിലൊരു പിന്തിരിപ്പൻ പരാമർശം നടത്തിയിട്ടുള്ളത്. ഈ ആധുനിക കാലത്തും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട് എന്നുള്ളത് ആലോചിക്കുന്നത് തന്നെ വലിയ നാണക്കേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും നമ്മളെ പതിറ്റാണ്ടുകൾ പുറകോട്ട് നയിക്കുന്ന ഒരു പ്രസ്താവനയും വിമർശനവുമാണ് ഈ പുരോഹിതന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ പുരോഹിതന്റെ വിമർശനത്തിനാണ് ഇപ്പോൾ മകൾ നല്ല ചുട്ട ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നത്. വിധവയ്ക്ക് ലോകം കാണുന്നതിൽ എന്താണ് വിലക്ക് എന്നുള്ളതാണ് മകൾ ചോദിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ലോകം കാണാൻ പാടില്ല അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത് എവിടെയാണ് പറഞ്ഞത് എന്ന് അറിയില്ല. മാത്രമല്ല, തന്റെ ഉമ്മയ്ക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലാണ് കാര്യങ്ങൾ സ്ഥിതിവിശേഷം എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ ഇതുപോലെ ഇങ്ങനെ വിമർശിച്ചതാണ്. അത്തരം വിമർശനം ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ കുറച്ചു പേരെങ്കിലും അതിനെ അനുകൂലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു മരണ വീട്ടിൽ പോലും തന്റെ ഉമ്മാക്ക് പോകാൻ കഴിയുന്നില്ല. ആ ഉമ്മയുടെ കണ്ണൂരിന് മറുപടി പറയണമെന്നുള്ളതാണ് മകൾ പറയുന്നത്.